ബിഗ് ബോസ് മലയാളം സീസൺ 7 അതിൻ്റെ 13-ാം ആഴ്ചയിലേക്ക് കടന്നിരിക്കുന്നു. ഫിനാലെ വീക്കിന് തൊട്ട് മുൻപുള്ള ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ടിക്കറ്റ് ഫിനാലെ നേടിയ നൂറ ഒഴികെ ബിഗ് ബോസ് വീട്ടിലുള്ള 8 മത്സരാർത്ഥികളിൽ 7 മത്സരാർത്ഥികളും വോട്ടിങ്ങിൽ ഡയറക്റ്റ് നോമിനേറ്റഡ് ആണ്. ഫിനാലെ വീക്കിലേക്ക് കടക്കുമ്പോൾ 5 അല്ലെങ്കിൽ 6 മത്സരാർത്ഥികൾ മാത്രം ആവശ്യമായിരിക്കെ 8 മത്സരാർത്ഥികളാണ് നിലവിൽ ബിഗ് ബോസ് വീട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ ഒന്നിലധികം മത്സരാർത്ഥികൾ ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകും എന്ന പ്രതീക്ഷയിലാണ് മത്സരാർത്ഥികൾ, ഒപ്പം പ്രേക്ഷകരും. പ്രേക്ഷക വോട്ടിങ്ങുകൾ തകൃതിയായി നടക്കുമ്പോൾ ശ്രദ്ധിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു കാര്യം PR-കളെ കുറിച്ചും വോട്ടിങ്ങുകളെ കുറിച്ചുമുള്ള ചർച്ചകളാണ്. കഴിഞ്ഞ ആഴ്ച ആര്യൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എവിക്റ്റ് ആയത് പല മത്സരാർത്ഥികൾക്കും ഒപ്പം പ്രേക്ഷകർക്കും ഒട്ടും സ്വീകാര്യമായിരുന്നില്ല. ബിഗ് ബോസ് വീട്ടിലെ മറ്റു പല മത്സരാർത്ഥികളും പുറത്തു പോയതിനു ശേഷം മാത്രം പുറത്തു പോകേണ്ട ഒരു മത്സരാർത്ഥിയായിരുന്നു ആര്യൻ എന്ന അഭിപ്രായമുള്ള ആളുകളാണ് പല പ്രേക്ഷകരും. പല സീസണുകളിലും ശ്രദ്ധേയമാകുന്ന ഒരു കാര്യം അവസാന ആഴ്ചകളിലേക്ക് എത്തുമ്പോൾ വോട്ടിങ്ങുകളിൽ ഉണ്ടാകുന്ന അട്ടിമറികളാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏതെങ്കിലും ഒരു മത്സരാർത്ഥിയെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിലവിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മത്സരാർത്ഥിക്ക് സപ്പോർട്ട് നിർത്തി മറ്റൊരാൾക്ക് സപ്പോർട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മറ്റേതെങ്കിലും ഒരു മത്സരാർത്ഥി ആ വീട്ടിൽ നിന്നും പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട് എന്നതാണ്. നിങ്ങളുടെ വോട്ടുകൾ നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് കൊടുക്കുക എന്നത് മാത്രമാണ് ഇതിനുള്ള ഏക പരിഹാരം. മാസീവായി ചില മത്സരാർത്ഥികൾക്ക് വേണ്ടി ക്യാമ്പയിനുകൾ ചെയ്യുമ്പോഴും അവസാന ആഴ്ചകളിലേക്ക് എത്തുമ്പോൾ പല ആളുകളും പല സെലിബ്രിറ്റികളും ഒക്കെ അവരുടെ ഇഷ്ടങ്ങൾ വെളിപ്പെടുത്തുകയും അവർ ചില മത്സരാർത്ഥികൾക്ക് വേണ്ടി രംഗത്ത് വരികയും ഒക്കെ ചെയ്യും. അവരുടെ ഇഷ്ടത്തെ മാനിച്ച് പ്രേക്ഷകർ വോട്ട് ചെയ്യാൻ തുനിയുമ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നിന്നും കൃത്യമായി പുറത്തു പോകണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പുറത്തു പോകേണ്ട മത്സരാർത്ഥികൾ പുറത്തു പോകാനുള്ള സാഹചര്യമുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. മറ്റാരെങ്കിലും സേവ് ചെയ്യാൻ നടത്തിയ ശ്രമങ്ങൾ തന്നെയായിരിക്കാം ഒരുപക്ഷെ ആര്യൻ ബിഗ് ബോസ് വീട്ടിൽ നിന്നും എവിക്റ്റ് ആകാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ ഈ ആഴ്ചയും പുറത്തു വരുന്ന പ്രഡിക്ഷനുകളിൽ നിന്നും സമാന്തര വോട്ടിങ്ങുകളുടെ റിസൾട്ടുകളും കണ്ട് ആരെങ്കിലും സേവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ 3-ാം സ്ഥാനത്തും 4-ാം സ്ഥാനത്തും ഒക്കെ നിൽക്കുന്ന മത്സരാർത്ഥികൾ പിന്നോട്ട് വരുന്ന ഒരു കാഴ്ച പലപ്പോഴും കാണാറുണ്ട്. അത് അവസാനം ഫിനാലയിൽ എത്താൻ അർഹതയുള്ള പല മത്സരാർത്ഥികളും പുറകോട്ട് പോകുന്നതിനും ഒരു പക്ഷേ ഈ ആഴ്ച എവിക്റ്റ് ആകുന്നതിനുമൊക്കെയുള്ള ഒരു വഴിതെളിക്കലായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ബിഗ് ബോസ് വോട്ടുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ കൃത്യതയോടെ ഉപയോഗിക്കുക. മറ്റൊരു കാര്യം, സമാന്തര വോട്ടിങ്ങുകളിലും മറ്റും വോട്ട് ചെയ്ത് അതുകൊണ്ട് സംതൃപ്തി അടയാതെ ബിഗ് ബോസിന് വേണ്ടി ഒഫീഷ്യൽ ജിയോ ഹോട്ട്സ്റ്റാറിന്റെ വോട്ടിംഗ് ലൈനുകളിൽ വോട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക. സോഷ്യൽ മീഡിയയിലെ പല വോട്ടിംഗ് സൈറ്റുകളിലും വോട്ട് ചെയ്യുകയും ജിയോ ഹോട്ട്സ്റ്റാറിൽ വോട്ട് ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ പുറത്തുള്ള സമാന്തര വോട്ടിങ്ങുകളിൽ പല മത്സരാർത്ഥികൾക്കും വളരെ വലിയ വോട്ടിംഗ് ശതമാനം കാണിക്കുകയും എന്നാൽ യഥാർത്ഥത്തിൽ ആ വോട്ടുകൾ ജിയോ ഹോട്ട്സ്റ്റാറിൽ പോൾ ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോഴും പലപ്പോഴും അർഹതപ്പെട്ട മത്സരാർത്ഥികൾ പുറത്താകാനുള്ള സാഹചര്യമാണുള്ളത്. സമാന്തര പോളിംഗുകളിൽ ഒരു മത്സരാർത്ഥിക്ക് കൂടുതൽ വോട്ടുകൾ കാണുന്നുണ്ട് എന്നതുകൊണ്ട് ഈ ആഴ്ച മറ്റൊരാളെ സപ്പോർട്ട് ചെയ്യാം എന്ന് തീരുമാനിക്കുന്നത് പലപ്പോഴും അപകടകരവും മണ്ടത്തരവുമാവും. അതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിപൂർവ്വം ആലോചിച്ച് ജിയോ ഹോട്ട്സ്റ്റാറിന്റെ ഒഫീഷ്യൽ വോട്ടിംഗ് പോർട്ടലിൽ കയറി മത്സരാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചെയ്യുക. ബിഗ് ബോസ് മലയാളത്തിന്റെ സീസൺ 7 ഫിനാലെ വീക്കിലേക്ക് എത്തുന്ന ഫൈനൽ 6 അല്ലെങ്കിൽ ഫൈനൽ 5 ഏറ്റവും അർഹതപ്പെട്ടവരാണ് എന്ന് ഉറപ്പുവരുത്താൻ പ്രേക്ഷകർക്ക് മാത്രമേ കഴിയൂ.